ബാങ്ക് മാനേജറായ ഒരു ചലച്ചിത്ര പിന്നണി ഗായകനെ പരിചയപ്പെടാം. ബാങ്കിലെ കണക്കുകൂട്ടലുകൾക്കിടയിലും കലയെ നെഞ്ചോട് ചേർക്കുകയാണ് പട്ടം സനിത്ത് എന്ന കലാകാരൻ. പാട്ടുപാടുന്നവരും ചലച്ചിത്ര പിന്നണി ഗായകരുമായ നിരവധി പേരുണ്ട്. എന്നാൽ പാട്ടുമായി യാതൊരു ബന്ധവുമില്ലാത്ത ബാങ്കിലെ മാനേജറെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. തിരുവനന്തപുരം പട്ടം സ്വദേശിയായ സനിത്താണ് ബാങ്കിലെ ജോലിക്കൊപ്പം ചലച്ചിത്ര പിന്നണി രംഗത്തും ശ്രദ്ധേയനാവുന്നത്. മനസ്സിൻ്റെ ഉള്ളിലിന്നെവിടെയോ തിരയുന്നു അമ്മതൻ സ്നേഹത്തിൻ ഓർമ്മക്കുറിപ്പുകൾ. മനസ്സിൻ്റെ ഉള്ളിലിന്നെവിടെയോ തിരയുന്നു അമ്മതൻ സ്നേഹത്തിൻ ഓർമ്മക്കുറിപ്പുകൾ. ചെറുപ്പം മുതലേ സ്കൂൾ വേദികളിൽ പാട്ടുപാടിയാണ് സനിത്ത് പാട്ടുകളുടെ ലോകത്തെത്തിയത്. ഇതിനോടകം 1000-ഓളം പാട്ടുകൾ പല വേദികളിലായി പാടിയ സനിത്ത് ചലച്ചിത്ര പിന്നണി രംഗത്തും സജീവമാണ്. ലൗലാൻഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് എനിക്ക് വളരെയധികം പ്രശസ്തി നേടിത്തന്നത്. അത് ഒരു അമ്മയെക്കുറിച്ചുള്ള പാട്ടായിരുന്നു. തുടർന്ന് 11ഓളം സിനിമകളിൽ പാടാൻ അവസരം ലഭിച്ചു. കൂടാതെ ദേശഭക്തി ഗാനങ്ങൾ, ലളിതഗാനം, ക്രിസ്തീയ ഭക്തിഗാനം തുടങ്ങി നിരവധി കാസറ്റുകളിലും പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേവരാജൻ മാഷും ONV കുറുപ്പ് സംഗീതം ചെയ്ത തരങ്ങിണി ഇറക്കിയ കാസറ്റിലും പാടാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ലൗലാൻഡ് എന്ന സിനിമയിൽ പാടിയ പാട്ടാണ് സനിത്തിന് ഏറെ പ്രശംസ നേടിക്കൊടുത്തത്. സനിത്തിന് എല്ലാ പിന്തുണയുമായി ഭാര്യ രതികയും മകൻ അനൂപുമുണ്ട്. പട്ടം സനിത്ത് എന്നാണ് ഗായകർക്കിടയിൽ അറിയപ്പെടുന്നത്. ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങൾ സനിത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫലമായി ഭാരത് സേവക് സമാജിന്റെ ദേശീയ പുരസ്കാരവും സനിത്തിന് ലഭിച്ചിട്ടുണ്ട്. ദേവദത്തിനൊപ്പം ആദിൽ ഹമീദ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.